ഈ മനോരമയ്ക്ക് ഇത് എന്തിന്റെ കേടാ? മലയാള മനോരമ പത്രമാണെങ്കിലും ചാനലാണെങ്കിലും കേരളത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന മാധ്യമ സ്ഥാപനമാണ്. പത്രം ദീർഘനാളുകളായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പത്രങ്ങളിൽ ഒന്നായി മലയാള മനോരമയെ നമുക്ക് കാണാം. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട പത്രവുമാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലൂടെയും ഒക്കെ വാർത്തകൾ മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് ഒരു ദിവസം പത്രം കിട്ടിയില്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പത്രങ്ങളുടെ സർക്കുലേഷനിൽ വല്ലാത്ത കുറവ് വന്നിട്ടുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എങ്കിലും മനോരമയ്ക്ക് മനോരമയുടേതായ ഒരു നിലവാരമുണ്ട്. വളരെ ഭംഗിയായിട്ട് അവർ ആ പത്രപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. വലിയൊരു പാരമ്പര്യം അവകാശപ്പെടുവാൻ പറ്റുന്ന പത്രം. അതുപോലെ തന്നെ മലയാള മനോരമയുടെ ചാനൽ, വാർത്താ ചാനൽ, കേരളത്തിലെ മാധ്യമങ്ങളിൽ വാർത്താ ചാനലുകളിൽ ഒരിക്കൽ പോലും ഒന്നാം സ്ഥാനത്ത് വരുവാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആദ്യത്തെ നിരയിൽ മൂന്നാമത് നാലാമതൊക്കെ ആയിട്ട് മലയാള മനോരമ നിൽക്കുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ തമ്മിലുള്ള കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊന്നുമല്ല എൻ്റെ പരാമർശ വിഷയം. ഞാനൊരു വാർത്ത നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. തമിഴ്നാട്ടിൽ മെഡിക്കൽ കോളേജുകളിൽ MBBS സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെടുത്ത പാസ്റ്റർ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ജേക്കബ് തോമസ് ആണ് പിടിയിലായത്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. 60 മുതൽ 80 ലക്ഷം രൂപ വരെയാണ് ഓരോ രക്ഷിതാക്കളിൽ നിന്നും ഇയാൾ തട്ടിയെടുത്തത്. ഇതാണ് മനോരമയുടെ വാർത്താ ചാനൽ വന്ന ഇത് സംബന്ധിച്ചുള്ള വാർത്ത. ഇയാൾ ഒരു പാസ്റ്ററാണോ അച്ഛനാണോ ഇതൊന്നും കൃത്യമായിട്ട് അറിയാതെയാണ് മനോരമ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും അപകടകരമായ കാര്യം. ഞാനിത് പറയാനായിട്ടുള്ള കാരണം, ഈ വ്യക്തി പാസ്റ്റർ ആണെന്നുള്ളതിന് ഒരു തെളിവും ലഭിക്കാതെയാണ് മനോരമ ഈ വാർത്ത ഇയാൾ പാസ്റ്റർ ആണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല പാസ്റ്റർമാർക്കെതിരെ ഇതുപോലെ ഫേക്ക് ആയിട്ടുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നത്. ഇവിടെ ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരാള്, അയാൾ സുവിശേഷകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ പ്രവർത്തകനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് നടക്കുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്ത ഒരു വ്യക്തി, അയാൾ അറസ്റ്റിലായ ഉടനെ, സുവിശേഷം എന്ന് കേട്ട ഉടനെ എന്നാൽ പാസ്റ്റർ ആയിരിക്കുമെന്ന് മനോരമ അങ്ങ് അസ്യൂം ചെയ്ത് തീരുമാനിച്ച് വാർത്ത ഉണ്ടാക്കുകയാണ്. ഇതേ വാർത്ത മലയാള മനോരമയുടെ പത്രത്തിലേക്ക് വന്നപ്പോൾ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. മലയാള മനോരമ അത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ജേക്കബ് തോമസ് സുവിശേഷ പ്രവർത്തകനാണെന്നും ഫാദർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്നും പോലീസ് പറഞ്ഞു. സത്യത്തില് എത്ര വിചിത്രമാണിത്. മലയാള മനോരമയുടെ ചാനൽ വരുന്നു അയാൾ പാസ്റ്റർ ആണെന്ന്, പത്രത്തിൽ വരുന്നു അയാൾ ഫാദർ ആണെന്ന്. കേരളത്തിലെ ഒരു പെന്തക്കോസ്ത് സഭയ്ക്കും അവരുടെ പാസ്റ്റേഴ്സിനെ ഫാദർ എന്ന് വിളിക്കാറില്ല. ഇവിടെ ഫാദർ എന്ന് ആരെയാണ് വിളിക്കുന്നത്? ഏതെങ്കിലും ഒരു പൗരോഹിത്യ സഭയിലെ അച്ഛന്മാരെയാണ് ഫാദർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഫാദർ എന്ന് വിളിക്കപ്പെടുന്ന ഒരാള്, അങ്ങനെ വിളിച്ചിരുന്നു എന്ന് പോലീസ് പറയുന്ന ഒരാളെ എങ്ങനെ മനോരമ പാസ്റ്ററാക്കി? ഇത് ഈ ഒരു സംഭവം മാത്രമല്ല, പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ക്രിമിനൽ കുറ്റത്തിൽ പിടിക്കപ്പെടുന്ന പ്രതികൾ അയാളുടെ കയ്യിൽ നിന്ന് ബൈബിൾ കാണുകയോ അല്ലെങ്കിൽ അയാൾ വെള്ള ഷർട്ട് ധരിച്ചിരുന്നെന്ന് കാണുകയോ അല്ലെങ്കിൽ ഇയാൾ ഉപദേശിയായിരുന്നു എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനോരമ അന്നേരം തലക്കെട്ടുണ്ടാക്കും, പാസ്റ്റർ അറസ്റ്റ്. ഇത് അപകടകരമായ ഒരു പോക്കാണ്. മനോരമയെ മാത്രമല്ല ഞാൻ കുറ്റപ്പെടുത്തുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഒരു പൊതു രീതി ഇതാണ്. ഏതെങ്കിലും ഒരു പാസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്നയാൾ, ഏതെങ്കിലും ഒരു സുവിശേഷകൻ എന്ന് വിളിക്കപ്പെടുന്നയാൾ, അങ്ങനെ അവകാശപ്പെടുന്ന ഒരാൾ ഏതെങ്കിലും ഒരു ക്രിമിനൽ കുറ്റത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പാസ്റ്റർ അറസ്റ്റിൽ എന്ന പേരിൽ ഇവർ വാർത്തകൾ ഉണ്ടാക്കുന്നു, തലക്കെട്ടുകൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഒരച്ഛനാണ് പിടിക്കപ്പെട്ടതെങ്കിൽ, ഒരച്ഛനെതിരെയാണ് കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ വളരെ പൊതിഞ്ഞ കാര്യം പറയാനായിട്ടാണ് എപ്പോഴും ശ്രമിക്കുന്നത്. ഇത് ഒരു സമൂഹത്തെ മുഴുവൻ അവമതിപ്പിലേക്ക് തള്ളിവിടുന്ന ബോധപൂർവമായ പരിശ്രമമാണ് ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും രണ്ടും ഉദാഹരണങ്ങളല്ല. കഴിഞ്ഞ ചില വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി മലയാള മനോരമയും മറ്റു പല മാധ്യമങ്ങളും ഇതുപോലെ തന്നെയുള്ള റിപ്പോർട്ടിംഗ്, പല വ്യാജ വാർത്തകളും പാസ്റ്റേഴ്സിനെതിരായി കൊടുത്തിട്ടുണ്ട്. ഒരാള് താൻ പാസ്റ്റർ ആണെന്ന് അവകാശപ്പെട്ടാൽ അയാൾ പാസ്റ്റർ ആകുമോ? ഒരാൾ സുവിശേഷകനാണെന്ന് പറഞ്ഞാൽ, പ്രചരിപ്പിച്ചാൽ അയാൾ സുവിശേഷകനാകുമോ? അയാള് എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ ഇവിടുത്തെ മുഴുവൻ പാസ്റ്റേഴ്സിനും അപമാനകരമാകുന്ന രീതിയിൽ ഒരു വാർത്ത എന്തിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇത് വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. പലപ്പോഴും മാധ്യമങ്ങൾ ഇവിടുത്തെ പെന്തക്കോസ്ത് സമൂഹത്തിന് അപമാനകരമായ നിലയിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു. പാസ്റ്റർമാരെ മുഴുവൻ അവഹേളിക്കുന്ന രീതി മലയാള മനോരമയെങ്കിലും കുറഞ്ഞ പക്ഷം ഒഴിവാക്കണമെന്ന് വിനയത്തോടു കൂടി ഓർപ്പിക്കുന്നു.
എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മലയാള മനോരമയ്ക്ക് മാധ്യമരംഗത്ത് ഒരു നല്ല സ്ഥാനമുണ്ട്, ഒരു നല്ല പാരമ്പര്യമുണ്ട്. മലയാള മനോരമ ഒരു സർവേ നടത്തിയാൽ അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ദിവസം കൊണ്ട് നടത്താവുന്ന സർവേ ഉള്ളൂ. ഏജൻസിനോട് ചോദിച്ചാൽ മതി എത്ര പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ മലയാള മനോരമ വരുത്തുന്നുണ്ടെന്നൊന്ന് ഒരു സർവേ ഒന്ന് നടത്തി നോക്കിയേ. എൻ്റെ ഏറ്റവും ചെറിയ ഒരു കണക്കിൽ ഞാൻ പറയാം, ഏകദേശം 1,00,000 പെന്തക്കോസ്ത് കുടുംബങ്ങളിലെങ്കിലും മലയാള മനോരമ വരുത്തുന്നുണ്ട്. മലയാള മനോരമയോടും ഇവിടുത്തെ മാധ്യമങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളൊരു പാസ്റ്ററെ കുറിച്ചുള്ള ഒരു വാർത്ത, നെഗറ്റീവ് വാർത്ത കൊടുക്കുമ്പോൾ കുറഞ്ഞ പക്ഷം അയാൾ ഏത് പ്രസ്ഥാനത്തിലുള്ള ആളാണ്, അയാൾ എവിടെയാണ് പാസ്റ്റർ ആയിരിക്കുന്നത്, ഏത് ലോക്കൽ സഭയിലാണ് അംഗമായിരിക്കുന്നത്, ഏത് പ്രസ്ഥാനത്തിന്റെ ഓർഡിനേഷനാണ് ആ വ്യക്തിക്കുള്ളത്, അദ്ദേഹം ഏതെങ്കിലും സഭയുടെ ഔദ്യോഗിക രംഗത്തുള്ള വ്യക്തിയാണോ, അല്ലെങ്കിൽ അംഗീകാരമുള്ള വ്യക്തിയാണോ, ഏത് ബൈബിൾ കോളേജിൽ പഠിച്ചു എന്നെങ്കിലും അന്വേഷിച്ചിട്ട് നിങ്ങൾ പാസ്റ്റർ എന്ന് കൊടുത്തോളൂ. അയാൾ ഒരു തെറ്റുകാരനാണെങ്കിൽ, അയാൾ കുറ്റക്കാരനാണെങ്കിൽ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാസ്റ്റർ എന്ന് തന്നെ കൊടുത്തോളൂ. പക്ഷേ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ആരെങ്കിലും പറയുന്നത് കേട്ട്, ആരെങ്കിലും ആരോപിക്കുന്നത് കേട്ട് പാസ്റ്റർ എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുമ്പോൾ, നല്ല നിലയിൽ ഈ സമൂഹത്തിൽ ആത്മാർത്ഥതയോടെ സാമൂഹ്യ സേവനം ചെയ്യുന്ന, ആത്മീയമായ ജീവിതം നയിക്കുന്ന, ആർക്കും ഒരു ദോഷവും വരുത്താതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട്. സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തി ആർക്കും ഒരു ദോഷവും വരുത്താതെ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളാണ് ഈ പാസ്റ്റേഴ്സ്. ഈ പാസ്റ്റേഴ്സിനെ ആളുകൾ വിമർശിക്കുന്നുണ്ടാകാം, അവരുടെ പ്രസംഗങ്ങളെ വിമർശിക്കുന്നുണ്ടാകാം. പക്ഷെ ഈ പാസ്റ്റേഴ്സിന്റെ ആ കോൺട്രിബ്യൂഷനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. എത്രയോ ആളുകളെ മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കുന്നു, എത്രയോ ആളുകൾക്ക് ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നു, എത്രയോ ആളുകളുടെ ജീവിതത്തെ ഉന്നതിയിലേക്ക് നയിക്കുവാൻ ഇവരൊരു മുഖാന്തരമായി മാറുന്നു. ഈ പാസ്റ്റേഴ്സ് അവർ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് ഒന്ന് വിലയിരുത്തുവാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? എപ്പോഴും പാസ്റ്റേഴ്സിനെ കുറ്റപ്പെടുത്താനാണ് എല്ലാവരും തയ്യാറാകുന്നത്. പാസ്റ്റേഴ്സിനെ കുറ്റപ്പെടുത്തുന്നതിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തുറന്നു പറയുന്നതിന് ഒരു കുഴപ്പവുമില്ല, അത് കൃത്യമായിട്ട് പറയുക. എന്നാൽ പാസ്റ്റേഴ്സ് അല്ലായിരിക്കെ അവരെ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അവരിലൂടെ, അങ്ങനെയുള്ള വാർത്തകളിലൂടെ അപമാനിക്കപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാകുക. ഇത് നിങ്ങൾ തിരിച്ചറിയുക. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധം ഈ കാര്യങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വാർത്തകൾ ചെയ്യുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.